രാമ 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 രാമ. ത്യാഗാത്മകമായ ജീവിതത്തിന്റെ സന്ദേശം പറഞ്ഞ രാമായണത്തിന്റെ ശീലുകൾ പാരായണം ചെയ്ത് ഭക്തിയുടെ നിറവിലാണ് കർക്കടക മാസം. കർക്കടക മാസത്തിലെ പുണ്യനാളുകൾ രാമായണ പാരായണം പോലെ തന്നെ നാലമ്പല ദർശനവും പരമപ്രധാന ചടങ്ങായി ഭക്തർ അനുഷ്ഠിക്കുന്നു. ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ 4 ക്ഷേത്രങ്ങളാണ് തൃശൂർ ജില്ലയിലുള്ളത്. ആധ്യാത്മിക ഭൗതിക തലങ്ങളെ സമന്വയിപ്പിക്കുന്ന ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന സവിധങ്ങളിലേക്കാണ് ഈ തീർത്ഥയാത്ര. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് കർക്കിടക മാസത്തിൽ ഭക്തർ നടത്തുന്ന തീർത്ഥാടനമാണ് നാലമ്പല തീർത്ഥയാത്ര. മേടമാസത്തിൽ കർക്കിടകം രാശിയിൽ അവതരിച്ച ശ്രീരാമസ്വാമിയെയും സഹോദരങ്ങളെയും കണ്ടുവണങ്ങാം. ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണുപോയപ്പോൾ ശ്രീകൃഷ്ണ ആരാധന ഏറ്റുവാങ്ങിയിരുന്ന ദാശരഥി വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുവാൻ തുടങ്ങി. സമുദ്രത്തിൽ 4 ചതുർബാഹു വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടെന്ന് നാട്ടുപ്രമാണിയായ വാഗിയിൽ കൈമൾക്ക് സ്വപ്ന ദർശനവുമുണ്ടായി. പിറ്റേ ദിവസം സമുദ്രതീരത്തു നിന്നും മുക്കുവന്മാർ വഴി ഈ വിഗ്രഹങ്ങൾ കൈമൾക്ക് ലഭിച്ചുവത്രേ. വിഗ്രഹങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി ജ്യോതിഷികളുമായി ആലോചിച്ച് തീവ്ര നദിക്കരയിൽ ശ്രീരാമക്ഷേത്രവും, കുലീപനി തീർത്ഥക്കരയിൽ ഭരതക്ഷേത്രവും, പൂർണ്ണ നദിക്കരയിൽ ലക്ഷ്മണക്ഷേത്രവും, ഭരതക്ഷേത്രത്തിനു സമീപമായി ശത്രുഘ്ന ക്ഷേത്രവും പണികഴിപ്പിച്ചുവെന്നതാണ് ഐതിഹ്യം. കർക്കിടക മാസത്തിലെ ദുരിതത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും രക്ഷ നേടാനാകുമെന്നതാണ് ഈ തീർത്ഥയാത്രയുടെ ഗുണഫലം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ ക്രമത്തിൽ ഒരേ ദിവസം തന്നെ ദർശനം നടത്തേണ്ടതുണ്ട്. തൃപ്രയാറിൽ നിർമാല്യം തൊഴുത് ഉച്ചപൂജയ്ക്ക് മുൻപ് പായമൽ എത്തണമെന്നതാണ് വിശ്വാസം. ആധ്യാത്മിക ഭൗതിക മണ്ഡലങ്ങളെ കൂട്ടുപിടിച്ച് ത്യാഗത്തിന്റെ സന്ദേശമോർത്ത് നാലമ്പലങ്ങളിലൂടെ മനസ്സും ശരീരവും അർപ്പിച്ച് ഈ തീർത്ഥയാത്രയ്ക്കൊരുങ്ങാം.